നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വർഷത്തെ വേൾഡ് കപ്പിന് ഇനി ഒരു വർഷവും 1-2 മാസവും മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത വേൾഡ് കപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഖത്തറിലെ കളി കഴിഞ്ഞിട്ട് അധികമായില്ലല്ലോ എന്നായിരിക്കും പലർക്കും തോന്നുന്നുണ്ടാവുക. ഏതായാലും അടുത്ത വേൾഡ് കപ്പിന് തൊട്ടരികിൽ നിൽക്കുകയാണ് നമ്മൾ. ഏഷ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്, യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ്? ഏതായാലും ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം അതായിരിക്കും. ദേശീയ ടീമിൻ്റെ പെർഫോമൻസും താരങ്ങളുടെ നിലവിലെ ഫോമും ഒക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ. ഏതായാലും സ്കോർ 90 ഇപ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിലെ കിരീട സാധ്യത കണക്കാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 10 ടീമുകളുടെ സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ഉറുഗ്വായിയാണ്. ഉറുഗ്വായിയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് പ്രോബബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് 3% മാത്രമാണ്. 9ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് നെതർലൻഡ്സിനെയാണ്. ഡച്ച് ടീമിൻ്റെയും അതുപോലെ തന്നെ ഇറ്റലിയുടെയും, അപ്പോൾ 9ഉം 8ഉം അങ്ങനെ പോവും. ആ 2 ടീമുകളുടെയും വിന്നിംഗ് പ്രോബബിലിറ്റി കണക്കാക്കുന്നത് 4%. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് 7ാം സ്ഥാനത്ത്. അവരുടെ ടീമിൻ്റെ വിന്നിംഗ് പ്രോബബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് 5%. അതേസമയം കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റാതെ പോയ ജർമ്മനി ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിക്ക് 6ാം സ്ഥാനമാണ് ഈ ഒരു പ്രോബബിലിറ്റിയിൽ കൊടുക്കുന്നത്. 7%. അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 7%. ഒപ്പം തന്നെയാണ് അർജൻറ്റീനയും ഉള്ളത്. അർജൻറ്റീന 5ാമത്. അപ്പോൾ 5-6 സ്ഥാനങ്ങൾ അർജൻറ്റീനയും ജർമ്മനിയുമാണ്. 7%ആണ് അർജൻറ്റീനക്കും ഇത്തവണത്തെ വേൾഡ് കപ്പിലെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ഇംഗ്ലണ്ടിനെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തുഷേലിൻ്റെ കീഴിൽ അവർക്ക് മാന്ത്രികത കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലായിരിക്കും. അത് 10% അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ്. 2-3 സ്ഥാനങ്ങളിലുള്ളവർക്ക് 12% തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രാൻസ് 3ാം സ്ഥാനത്ത് 12%തോടെ നിൽക്കുമ്പോൾ ബ്രസീലിന് 2ാം സ്ഥാനം 12%തോടെ നിൽക്കുന്നു. 1ാമതുള്ള സ്പെയിനിനും കണക്കാക്കിയിരിക്കുന്നത് 12%. ചുരുക്കത്തിൽ സ്പെയിൻ, ബ്രസീൽ, ഫ്രാൻസ് ഇവർക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഇപ്പോൾ താരങ്ങളുടെ മൂല്യം, ക്ലബ്ബിൽ അവരുടെ പ്രകടനം, ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ദേശീയ ടീമിൽ അവരെങ്ങനെ കളിക്കുന്നു എന്നുള്ളത് കണ്ടറിയണം. നിലവിൽ എന്തായാലും സ്പെയിനിന് കൂടുതൽ സാധ്യത പലരും കണക്കാക്കുന്നുണ്ട്. സ്പെയിനിനും ബ്രസീലിനും ഫ്രാൻസിനുമാണ് സ്കോർ 90 ഏറ്റവും അധികം വേൾഡ് കപ്പിലെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.